ഹലോ ഗൈസ്, നമുക്കിന്ന് ബസ് എടുത്തപ്പോൾ തന്നെ ആദ്യത്തെ ഓട്ടോ ഒക്കെ കിട്ടി. ലോഡാക്കണം, ലൈറ്റൊന്നും ചെയ്തിട്ടില്ല. ഇറക്കിയ സമയം എങ്ങനെയാണോ അതേപോലെ കൊണ്ടുപോവാണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ആൾക്കാരൊക്കെ കുറേ ഉണ്ട് ഗൈസ്. അവരെയൊക്കെ ഞെട്ടിക്കണം ഈ ബസ്സും കൊണ്ട്. ആൾക്കാർ കയറുന്ന സമയം കണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഓക്കെ, ആൾക്കാരൊക്കെ കയറി ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ പറത്തി വിടും ഗൈസ്. നമ്മൾ ബസ് എടുത്തിട്ട് ഗ്യാരേജിൽ കൊണ്ടിട്ടപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞ് ഓട്ടത്തിന് ബ്ലോക്കിന് വന്നേക്കണ വണ്ടികൾ ഇതൊക്കെ നമ്മളെ ബസ് കിടിലും ഗൈസ്. ഇൻഡിക്കേറ്റർ പോലും ഇടാതെയാണ് നമ്മൾ പറക്കുന്നത്. ഓക്കെ, നമുക്കിനി പറക്കാം. ഓക്കെ, നമുക്ക് നോക്കൂ ഗൈസ്, വണ്ടിയുടെ സ്പീഡ്. റോങ് സൈഡ് കയറേണ്ടി വരും. ഓക്കെ, നോക്കൂ ഗൈസ്, നമ്മൾ എത്ര പ്രൊഫഷണൽ പോലെയാണ് ഓട്ടിക്കുന്നത്. ഗൈസ്, പെട്ടെന്ന് നമുക്ക് അങ്ങ് പോവാം ഗൈസ്. ലൈറ്റ് വർക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് നേരെ ലൈറ്റ് വർക്കിനാണ് പറത്തി വിടേണ്ടത്. ഒരു മിനിറ്റ് ഗൈസ്, സൗണ്ട് പോവാം. ഹോണ് കേൾക്കുന്നില്ല ഗൈസ്. എയർ ഹോൺ വയ്ക്കാൻ മറന്നുപോയോ എന്നൊരു സംശയം. എയർ ഹോണൊന്നും കേൾക്കുന്നില്ല. ഇവിടെയാണ് കൊച്ചിയിലെ എവിടെ ഒരു സ്ഥലമാണ്. കൊച്ചി ടു സേലം എന്നാണ് കൊടുത്തേക്കുന്നത് ഗൈസ്. നമ്മളൊന്ന് പറക്കാം. അയ്യോ, മുടിഞ്ഞ ബ്ലോക്ക്. ഭാഗ്യം. യെസ്, ഐ ആം ജയിച്ചു. അങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വന്നിരുന്നെങ്കിൽ. ഓക്കെ, അടുത്ത് നമ്മുടെ ട്രിവാൻഡ്രമാണ്. തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. തിരുവനന്തപുരത്തെങ്കിലും എത്തി പറക്കാം. ഇത് അടുത്ത് തന്നെയാണ് നമ്മുടെ ഗ്യാരേജ്. ഇവിടെ ഒരു ഷോർട്ട് കട്ടുണ്ട്, ചുമ്മാ വളഞ്ഞു നിന്നിരുന്നൊക്കെ പോകണം. നോക്കൂ ഗൈസ്, എന്താ നല്ല സ്ഥലം. ഇവിടെയൊക്കെ രാത്രി വരണം ഗൈസ്, അതാണ് കിടിലം. അടുത്ത വീഡിയോയിൽ രാത്രി ലൈറ്റൊക്കെ ചെയ്ത് വരും ഗൈസ്, അതായിരിക്കും വൈബ്. വണ്ടി പോണില്ല ഗൈസ്, മഴ വന്നത്. ഇതൊക്കെ ഏത് കാലത്തുള്ള വണ്ടിയാണോ നോക്കൂ ഗൈസ്. ഇതൊക്കെ എന്തൊക്കെ വണ്ടികളാണ് ഗൈസ്. ഇതൊക്കെ ഇവിടെയുള്ള വണ്ടികളാണ്.
മറ്റേ മരം മുറിക്കുന്ന വണ്ടിയാണോ എന്നൊരു സംശയമുണ്ട്. സംശയമില്ലാതില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. മിന്നലൊക്കെ ഉണ്ട് ഗൈസ്. ലൈറ്റ് വർക്കിനെ വെക്കുമ്പം എനിക്ക് ചെറിയ സ്വഭാവം മാറുന്നുണ്ട്. ഈ ഫ്രണ്ടിലെ ഈ പേരിൻ്റെ സ്റ്റിക്കർ മാറ്റും. സ്റ്റിക്കറിൽ നിന്ന് മാറ്റി വീണ്ടും നെയിം ബോർഡിന് കണക്കാക്കി അടുത്ത് വീണ്ടും ആക്കുന്നു. എനിക്കെന്തോ പറ്റി ഗൈസ്, അതാണ് പ്രശ്നം. ചുമ്മാ പൈസ കളയാൻ വേണ്ടി. ഒറിജിനൽ പൈസ ഒന്നുമല്ല. അയ്യോ, വഴി തെറ്റിപ്പോയി ഗൈസ്, അതാണ്. എന്തായാലും കിഴിലായിട്ട് നമുക്ക് ബസ്സിനകത്തിരിക്കണവരെ ഓടിച്ച് അവരെ ചെറിയൊരു ഭയാനക അഡ്വഞ്ചറസ് ട്രിപ്പ് ആക്കണം ഗൈസ്. അതിനാണ് ശ്രമിക്കുന്നത്. അതിന് സ്പീഡ് വണ്ടി പറഞ്ഞില്ല ഗൈസ്, അല്ല വണ്ടി വിചാരിക്കുന്നില്ല. കൺട്രോളൊക്കെ കിട്ടണം, പക്ഷെ കിടില്ല. അയ്യോ, കാടെത്തി. ജസ്റ്റ് മിസ്സായിരുന്നു ഗൈസ്, തൊട്ടില്ല. ഇതാണ് നമ്മുടെ ഗ്യാരേജ്. നമ്മളെ വണ്ടി ഇവിടെയാണ് ഇരുന്നത്. ഇവിടെ നീലനൊന്നുമില്ല, നീലനൊക്കെ ഓട്ടം പോയിട്ടുണ്ട്. വലിയ ഗ്യാരേജ് തന്നെ, അതുകൊണ്ട് വണ്ടിയൊക്കെ ഒതുങ്ങും. ബാക്കിയൊരു മാർക്കോ ഒരു സെക്കൻഡ് ഉണ്ടായിരുന്നത് സെക്കൻഡ് വിറ്റ് ഇല്ല. മാർക്കോ പോലെയാണ് ഗൈസ് വിറ്റത്. സെക്കൻഡും മറ്റേയൊക്കെ ഓട്ടം പോയിട്ടുണ്ട്. നമുക്കങ്ങ് പപ്പാകത്തി വിടും. ജസ്റ്റ് മിസ്. അമ്മച്ചി വരല്ലേ ഇടയ്ക്കറങ്ങി. ജസ്റ്റ് മിസ്. അമ്മച്ചീനെ ഇപ്പം ഞാൻ അടിച്ചാനാ. ഓക്കെ, ഇനി എല്ലാവരും വെട്ടിച്ച് പോകാം ഗൈസ്. തേനെ ഞാൻ ഒന്നും കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല. നമ്മളൊക്കൊന്നും പറയില്ല. നമ്മൾ പാവങ്ങളാണ്, വണ്ടി ഓടിച്ചാണ് ജീവിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കഴിയുന്നു. ഭയങ്കര മഴ കഴിച്ചു. നമ്മളെ ജില്ല എത്തിയാലും മഴ തുടങ്ങി. റിയാലിറ്റിയിൽ മഴ പെയ്തില്ലെങ്കിൽ എന്നും നല്ലത്. ഇപ്പം ഭയങ്കര ചൂടാണ് ഗൈസ്, അതുകൊണ്ട് നല്ല ഇത് പാടി. മഴ തീരാറായി തോന്നുന്നു. ഒന്നും പറഞ്ഞു ഞാൻ ചെയ്യാത്ത. നല്ല സ്പീഡുണ്ട് ഗൈസ്. ആൾക്കാരുള്ളതുകൊണ്ടായിരിക്കും തോന്നുന്നു. വണ്ടി വരുന്നതിൻ്റെ ഇടയിൽ ഇടയിൽ കയറി വന്നു. ഇതൊരു എയർ ഫോൺ കത്തണില്ല ഗൈസ്. നേരത്തെ വീഡിയോയിലൊക്കെ എയർ ഫോണൊക്കെ ഉണ്ടായിരുന്നു, അപ്പോഴും വർക്കായി ഗൈസ്. ജസ്റ്റ് മിസ്സാണ് ഗൈസ്. ഇതൊന്നും എൻ്റെ കഴിവായിട്ട് വിചാരിക്കാം.
ഇപ്പോൾ വാഷിംഗ് സെൻ്റർ എല്ലാം ഉണ്ട്. ഹൈവേയിൽ നമുക്കിപ്പോൾ വച്ച് പിടിച്ചാലോ ഗൈസ്. ബസ് സിമുലേറ്റർ ഇന്ത്യയിൽ ശകലം സ്പീഡ് കുറവാണ് വണ്ടികൾക്ക്. ഇന്തോനേഷ്യ ആയിരുന്നെങ്കിലോ പറത്തി വിട്ടാണ് ഗൈസ്. അതുകൊണ്ടാണ് അന്ന് വണ്ടി ചരിഞ്ഞിടന്നത്. നീലൻ നമ്മളൊരു വണ്ടിയിലും തട്ടിയിട്ടില്ല. ഓപ്പോസിറ്റാണോ വണ്ടി വരുന്നത്? അല്ലല്ല, വേറെ വൈപ്പൊക്കെ ചെയ്യണേ. അയ്യോ, ഡ്രൈവിംഗ് കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ വൈപ്പൊക്കെ വന്നാൽ എൻ്റെ ഇടയിൽ പറക്കണം വണ്ടി. അത്യാവശ്യം സ്പീഡ് ഇന്ത്യയിലാണ് ശാലം പാട്. അല്ലെങ്കിൽ ഇന്തോനേഷ്യ പിന്നെ വച്ച് പിടിച്ചങ്ങ് പോവാം. നിങ്ങൾക്ക് ഈ സ്ഥലം എവിടെയാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. തിരുവനന്തപുരത്തുള്ള അടുത്താണ് പറയുന്നത്. ഈ വീഡിയോ ആരെങ്കിലും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഈ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. എനിക്ക് തോന്നുന്നു വിഴിഞ്ഞ് പോണ വഴിയിൽ അവിടെ എവിടെയാണെന്ന്. ഫോണില്ലാത്തതാണ് ഗൈസ് വിഷമം. ഒന്നും വർക്കാവില്ല. വിഷമം വർക്കായതെന്താ ഒരു ഭാഗ്യം. അതെ, വെള്ളം കയറിയെല്ലാം അടിച്ചു പോയാൽ എന്തോ ഗൈസ് ഫോണ്. എന്നാൽ ഒന്നേന്ന് വീണ്ടും വയ്ക്കണം. അങ്ങനെ തിരുവനന്തപുരം കടന്നു കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. തിരുനാൾ ഇവിടെയാണ്. മധുരയൊക്കെ എത്തിയല്ലേ ഗൈസ്? എനിക്കറിയില്ല ഗൈസ്. കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് തിരുവനന്തപുരത്ത് നിന്ന് സേലത്തിലോട്ട് പോവാൻ മധുരൈ എന്തൊക്കെയാണ്. നമ്മൾ വച്ച് വിട്ടങ്ങ് പോകും ഗൈസ്. റോങ് സൈഡിന് പെറ്റിയെല്ലാം വന്നാലാണ് നമുക്ക് പിരിവെട്ടണത്. 3G ആണ് ഗൈസ്. ഓക്കെ ഗൈസ്, വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്നൊരു തോന്നുന്നു. ഓക്കെ, നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഒതുക്കാൻ പറ്റില്ല ഗൈസ്. എവിടെയെങ്കിലും ഒതുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങ് നിർത്തായിരുന്നു ഗൈസ് വീഡിയോ. ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ് എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പാലമാണ് ഗൈസ്. ഒരു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ഒതുക്കായിരുന്നു ഗൈസ്. ഇറങ്ങി വന്നപ്പോഴത്തേക്കും ബസ്സിൻ്റെ സ്പീഡ് കൂടി ഗൈസ്. സ്പീഡ് കുറേ സമയമായി ഗൈസ്.
നമ്മളങ്ങനെ വിട്ടുകൊടുക്കൂല ഗൈസ്. കത്തിവിടും. ഒരു കാണാൻ പറ്റണുള്ളൂ ഗൈസ്. എനിക്കിപ്പോൾ പറക്കും ഗൈസ് വണ്ടി. ഞാൻ സ്പീഡ് ഓട്ടിച്ചോടിച്ച് എവിടെയെങ്കിലും ഒഴുക്ക സ്ഥലം നോക്കാൻ മറന്നുപോയി. ഒതുക്കാൻ സ്ഥലമില്ലല്ലോ. ഇപ്പൊ തൽക്കാലം പെട്രോൾ പമ്പ് എടുക്കാൻ പോകുന്നു. അവരെ തിരിച്ചു കൊണ്ടാക്കിക്കോളാം ഗൈസ്. ഞാൻ ഈ വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ ലൈറ്റ് വർക്കിന് ബസ്സും കൊണ്ട് പോവുകയാണ്. അതാണ് അടുത്ത വീഡിയോയുടെ കണ്ടന്റ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഗൈസ്.